എല്ലാവരും അനുമോളോട് ചോദിക്കുന്നത് ഇത് കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ഓണമാണല്ലോ, അപ്പോൾ കുറേ പ്രത്യേകതകളുണ്ടല്ലോ, ഇത്തവണത്തെ ഓണത്തിന് മധുരം കൂടുതലാണല്ലോ എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല. കഴിഞ്ഞ ഓണത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു. എന്നാൽ അത് മനസ്സുകൊണ്ടായിരുന്നു എന്നതാണ് സത്യം. ബിഗ് ബോസിലായിരുന്നു കഴിഞ്ഞ തവണത്തെ അനുവിന്റെ ഓണാഘോഷം. എന്നാൽ ആ സമയത്ത് അനുവും ഭുവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പ്രണയത്തിലായിരുന്നു. വിവാഹം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ ശേഷം മതിയെന്ന് ഇവരുടെ തീരുമാനത്തിന് പുറത്തായിരുന്നു ആ വിവാഹം ഇത്രത്തോളം നീണ്ടത്. കഴിഞ്ഞ തവണയും വിവാഹം കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ സമയത്തും ഇവരുടെ ഓണം ഒന്നിച്ചു തന്നെയായിരുന്നു. അനുമോളുടെ വിവാഹ വാർത്തകൾ എത്തിയ സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു സംഭവം അനുമോൾ നേരത്തെ തന്നെ വിവാഹിതയായി എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ആരും അറിയാതെ, കാരണം അനുമോളുടെയൊക്കെ ലൈഫ് സംബന്ധിച്ചിടത്തോളം എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയാറുണ്ട്. അനുമോളുടെ വരനെ പോലും നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ ചർച്ചയായതും വൈറലായി മാറിയതും ഒക്കെ. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല, അനുമോൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ തമിഴ്നാട്ടിൽ വെച്ച് വിവാഹിതയായി. തമിഴ് ആചാരപ്രകാരം രഹസ്യ വിവാഹം ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷമാണ് ഇവർ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഗുരുവായൂരിലെത്തി മറ്റ് വിവാഹ ആചാരങ്ങളൊക്കെ നടത്തിയതും എല്ലാവരും നാടൊട്ടാകെ അറിഞ്ഞ് വിവാഹം കഴിച്ചതും. ഇതിനു മുൻപ് തന്നെ, കാരണം ചെന്നൈയിൽ നടക്കുന്ന ആ പരിപാടിയുടെ സമയത്ത് തന്നെ ഭുവന്റെ അമ്മയുമായിട്ടും അനുമോളുടെ കുടുംബവുമായിട്ടും ഒക്കെ സംസാരിച്ച് ഇവർ ധാരണയിലെത്തിയെന്നും ഭുവന്റെ ബന്ധുക്കളൊക്കെ അടങ്ങുന്ന ഒരു ചെറിയ ചടങ്ങിൽ വെച്ച് ഇവർ വിവാഹിതരായി എന്ന റിപ്പോർട്ടുകളുമാണ് എത്തുന്നത്. ഭുവൻ തമിഴ്നാട്ടുകാരനാണ്. ചെന്നൈയിലാണ് ഭുവന്റെ കുടുംബമൊക്കെ. അമ്മയും ഭുവനുമാണ് പ്രധാനമായിട്ടുള്ളത്. വലിയ കുടുംബമായിട്ടൊന്നും ബന്ധമുള്ളവരോ അല്ലെങ്കിൽ വലിയ കുടുംബാംഗങ്ങളുള്ളവരോ ഒന്നുമല്ല ഭുവൻ. ഭുവനും അമ്മയും സ്വസ്ഥമായി സന്തോഷത്തോടെയും കഴിയുകയാണ്. ഭുവൻ നടനാണ്, അഭിനേതാവാണ്, റീലൊക്കെ ചെയ്യുന്ന ആളാണ്, ഒരു ഇൻഫ്ലുവൻസർ ഒക്കെയാണ്. മാത്രമല്ല പല പല ഷോകളിലും അഭിനയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വെച്ച് ഒരു ഷോയിൽ, കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഒരു ഷോയിൽ പങ്കെടുത്തിട്ടാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത്. അങ്ങനെ ഇതൊരു ലവ് അറേഞ്ച്ഡ് മാരേജ് എന്നൊരു ഗണത്തിലേക്ക് ഇത് മാറുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഭുവനുമായി പ്രണയത്തിലായതും കല്യാണം നിശ്ചയിച്ചപ്പോഴുമൊക്കെ തന്നെ വല്ലാതെ അലട്ടിയത് ഒരു വലിയ ബുദ്ധിമുട്ടാണെന്ന് തുറന്നു പറയുകയാണ് അനുമോൾ. തനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എന്നാൽ താൻ ആരോടും അത് പറഞ്ഞില്ല. പക്ഷേ ഭുവൻ ഇങ്ങോട്ടത് പറഞ്ഞു, തന്നെ മനസ്സിലാക്കിയെന്ന് നിറ കണ്ണുകളോടെയാണ് അനുമോൾ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്താണ് അനുവിന്റെ വീട്. അപ്പോൾ കൊച്ചിയിൽ പോയാലോ ചെന്നൈയിൽ പോയാലോ ലോകത്തെവിടെ പോയാലും തിരികെ തിരുവനന്തപുരത്ത് എത്തണം എന്നാണ് അനുവിന്റെ ആഗ്രഹം. എന്നാൽ അത് അനു ആരോടും പറഞ്ഞില്ല. കാരണം ഭുവനോട് എങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ. തന്റെ വീടും വീട്ടുകാരും തന്റെ നാടും വിട്ടു പോകാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന അനുവിന്റെ ആ മനസ്സ് ഭുവൻ മനസ്സിലാക്കി. അങ്ങനെ നിനക്ക് നിന്റെ വീടും നിന്റെ നാടും ഒക്കെ വിട്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എനിക്കാണെങ്കിൽ എൻ്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്. വർക്ക് ഫ്രം ഹോം ആണ് ഭുവൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങാം. ഫ്ലാറ്റ് ജൂണിൽ വാങ്ങുന്നു. അതുമുതൽ അവരിവിടെ താമസമാകുന്നു. അങ്ങനെ അനുവിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് തൻ്റെ നാടും നാട്ടുകാരും വീടും വീട്ടുകാരും എല്ലാം വിട്ട് ഭുവൻ വന്നിരിക്കുകയാണ്.